ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ് ആണ്. KJ യേശുദാസ് സംഗീത മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് തമിഴ്നാട് സർക്കാരാണ് സുബ്ബലക്ഷ്മി പുരസ്കാരം നൽകുന്നത്. തമിഴ്നാട് സർക്കാരാണ്. കലൈല മാമണി പുരസ്കാരം 2023 അർഹനായത് ശ്വേതാ മോഹനാണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് സേവനങ്ങൾ ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് IRDAI പുറത്തിറക്കിയ പോർട്ടലാണ് ഫീമ സുഗം. 2025 ലോക തേക്ക് കോൺഫറൻസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. 2025 ലോക തേക്ക് കോൺഫറൻസിന് വേദിയാകുന്നത്. സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യ ക്യാൻസർ കെയർ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യ ക്യാൻസർ കെയർ സെന്റർ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സർവേഷ് അനിൽ കുഷാരെയാണ്. 2025 സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം. 2025 സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയാണ്. ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി. ഇപ്പോൾ ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. 2025 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38-ാമത്തെ സ്ഥാനമാണ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.